ഹലോ ഫ്രണ്ട്സ്, ബ്രെയിൻ ബൂസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പലരും ഉപയോഗിച്ചിട്ടുള്ള ഒരു കളിപ്പാട്ടമാണ് റുബിക്സ് ക്യൂബ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇത് തിരിച്ചു നോക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ലല്ലേ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പസിൽ ഗെയിമാണ് റുബിക്സ് ക്യൂബ്. നിശ്ചയദാർഢ്യം ഉള്ള ഏതൊരാൾക്കും ഈസിയായി റുബിക്സ് ക്യൂബ് ശരിയാക്കാം. അതിനായി ക്ഷമയോടെ ചിലവഴിക്കാനുള്ള ഒരു മനസ്സ് വേണമെന്ന് മാത്രം. നമ്മുടെ ഇന്നത്തെ യാത്ര റുബിക്സ് ക്യൂബിൻ്റെ ചരിത്രത്തിലൂടെയാണ്. 1974 ഹംഗറിക്കാരനായ എർണോ റൂബിക്കാണ് ഈ റുബിക്സ് ക്യൂബ് കണ്ടുപിടിച്ചത്. ആർക്കിടെക്റ്റും പ്രൊഫസറുമായിരുന്ന അദ്ദേഹം വിദ്യാർത്ഥികൾക്കായുള്ള പഠന സഹായിയായി നിർമ്മിച്ച ത്രിമാന രൂപങ്ങളുടെ ഭാഗമായി ആണ് ഈ സമചതുരക്കട്ട നിർമ്മിച്ചത്. ഒരു ക്യൂബ് ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പിന്നീടാണ് ബുദ്ധിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനുള്ള ഒരു അടിപൊളി കളിപ്പാട്ടമാണ് ഇത് എന്ന് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. 6 വർഷങ്ങളിലായി വിവിധ വർണ്ണങ്ങൾ കൊടുത്ത് മരം കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ക്യൂബ് സോൾവ് ചെയ്യാൻ നിർമ്മാതാവായ എർണോ റൂബിക്കിന് 1 മാസം വേണ്ടി വന്നു. എയർക്രാഫ്റ്റ് എഞ്ചിനീയറായ പിതാവ് എർണോയുടെ പ്രേരണയാൽ തൻ്റെ കണ്ടെത്തലിന് 1974 തന്നെ പേറ്റന്റ് സമ്പാദിക്കാനായി. റുബിക്സ് ക്യൂബിന് 6 ഫേസ് ആണുള്ളത്. ഓരോ ഫേസും 9 സമചതുരങ്ങളായി വിഭജിക്കുന്നു. പലതരത്തിലുള്ള ഓരോ കളേഴ്സാണ് ഓരോ ഫേസിനുമുള്ളത്. വൈറ്റ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, റെഡ്, ഓറഞ്ച് എന്നിങ്ങനെയുള്ള കളേഴ്സ് സാധാരണ ആയി ഉപയോഗിക്കുന്നുള്ളത്. റുബിക്സ് ക്യൂബിൻ്റെ പല ടൈപ്പുകളും ഇന്ന് വിപണിയിലുണ്ട്. ഫ്ലവർ ക്യൂബ്, സ്നേക്ക് ക്യൂബ്, 2x2 ക്യൂബ്, 7x7 ക്യൂബ്, 2x2 ക്യൂബോയിഡ്, മിറർ ക്യൂബ് എന്നിവ അവയിൽ ചിലതാണ്. വ്യത്യസ്തമായ ഉൽപാദനത്തിനായി പലരെയും സമീപിച്ചെങ്കിലും അവഗണനയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 5 വർഷക്കാലം മാജിക് ക്യൂബ് എന്ന പേരിൽ സ്വന്തമായി വിൽപ്പന നടത്തി. 1979 കളിപ്പാട്ട നിർമ്മാതാക്കളുടെ ഒരു രാജ്യാന്തര എക്സിബിഷനിൽ അവതരിപ്പിച്ചതോടുകൂടിയാണ് ഈ ഉൽപ്പന്നം ഹംഗറിക്ക് പുറത്തേക്ക് അറിയപ്പെട്ടു തുടങ്ങിയത്. നിർമ്മിക്കാനുള്ള അവകാശത്തിനായി വിവിധ കമ്പനികൾ മുന്നോട്ട് വന്നു. അമേരിക്കയിലെ പ്രശസ്ത ടോയ്സ് നിർമ്മാതാക്കളായ ഐഡൽ ടോയ് കമ്പനിക്ക് നിർമ്മാണ ചുമതല കൈമാറി. മാജിക് ക്യൂബ് കണ്ടുപിടിച്ച റൂബിക്കിൻ്റെ പേരിൽ തന്നെ റുബിക്സ് ക്യൂബ് അറിയപ്പെട്ടു. മുതൽ ഉൽപാദനം ആരംഭിച്ചു. 2 വർഷത്തിനുള്ളിൽ 10 കോടിയിലധികം റുബിക്സ് ക്യൂബുകളാണ് ലോകത്ത് വിറ്റഴിഞ്ഞത്. ഇതുവരെ 500 മില്യണിലധികം ക്യൂബുകളാണ് വിപണനം ചെയ്തിട്ടുള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്നേക്ക് ക്യൂബ്, റുബിക് 360 ഭൗതിക വികാസത്തിന് ഉതകുന്ന വസ്തുക്കളും എർണോ റൂബിക് കണ്ടുപിടിച്ചിട്ടുണ്ട്. നിരവധി തവണ ടോയ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ റുബിക്സ് ക്യൂബ് ഇന്നും അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വേഗതയിൽ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നവരെ കണ്ടുപിടിക്കാനുള്ള മത്സരങ്ങൾ ഇന്ന് രാജ്യങ്ങളിൽ നടന്നു വരുന്നു. ഇതിന് സ്പീഡ് ക്യൂബിംഗ് എന്ന് പറയുന്നു. 1981 മാർച്ച് 13 ആദ്യത്തെ മത്സരം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ മ്യൂണിച്ചിൽ നടത്തപ്പെട്ടു. ഇന്നത്തെ കാലത്ത് വേൾഡ് ക്യൂബ് അസോസിയേഷൻ എന്ന സംഘടനയാണ് ഇത്തരം മത്സരങ്ങൾ നടത്തപ്പെടുന്നത്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ.